ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ നവീൻ. സോ ഗൈസ്, ഇന്ന് നമ്മൾ അടിച്ചു നമ്മുടെ മസ്താങ്കിൻ്റെ ഡയമണ്ട് ദിവസമാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ പോയി റിയൽ ഷിൻചാൻ്റെ അടുത്ത് പോയി നമ്മൾ പോകാനുള്ള കാര്യം പറഞ്ഞിട്ട് വരാം. സോ റിയാൻ ഷിൻചാൻ, ഞാൻ സ്ഥലം വരെ പോയിട്ട് വരാം. സോ ഗൈസ്, നമ്മൾ റിയൽ ഷിൻചാൻ്റെ അടുത്ത് നമ്മൾ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഗൈസ്, ഇനി നമുക്ക് നേരെ പോയി നമ്മളെ കാർ എടുത്തിട്ട് നമ്മുടെ ഡൊമിങ്കോസിൻ്റെ അടുത്ത് ലൊക്കേഷൻ ചോദിക്കാൻ പോവാം. അങ്ങനെ നമ്മുടെ കാറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചാടി അങ്ങോട്ട് കയറാം ഗൈസ്. ഇന്ന് നമ്മൾ അടിച്ചു മാറ്റിയ കാർ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ എന്താ റിവേഴ്സ് എടുക്കുമ്പോൾ കാണിച്ചു തരാം. എന്തേ കണ്ട അവിടെ നമ്മുടെ ഗോൾഡൻ മസ്താങ്കും പിന്നെ കറുത്ത മസ്താങ്കും കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഡൊമിങ്കോസിൻ്റെ വീട്ടിൽ പോകാം ഗൈസ്. ഡൊമിങ്കോസിൻ്റെ വീടെന്ന് വെച്ചാൽ ഗൈസ്, ഡൊമിങ്കോസ് വീട് മാറാനൊക്കെ പ്ലാൻ ചെയ്യണ്ട ഗൈസ്. എനിക്കറിയില്ല അവൻ എങ്ങോട്ടാണ് മാറാൻ പോണേ. എന്തായാലും ഇപ്പം വീടൊന്നും മാറ്റില്ല. പിന്നെ ഗൈസ്, ഞാനെങ്ങനെ ഡൊമിങ്കോസിൻ്റെ വീട്ടിലേക്ക് പോകാൻ പുതിയൊരു ഷോർട്ട് കട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ഷോർട്ട് കട്ട്. കണ്ട ഭയങ്കര വലിയ. നമ്മൾ സാധാരണ ഡൊമിങ്കോസിൻ്റെ വീട്ടിലത്തെ 2 മിനിറ്റ് മതി. 2 മിനിറ്റ് വേണം സാധാ വഴിക്കൂടെ പോകാൻ. ഈ വഴിക്കൂടെ പോകാൻ വെറും 45 സെക്കൻഡ് മതി. പിന്നെ എൻ്റെ ഡിഫൻഡർ എയർലൈൻസ് എൻ്റെ കൂടെ ഉള്ള കാരണം എനിക്ക് 1 സെക്കൻഡ് ഇതേക്കിങ്ങനെ പറന്നു പോകാം. എന്തേ കണ്ട ഇപ്പം കണ്ടോട്ടാ, നമ്മൾ ഡിഫൻഡർ എയർലൈൻസ് ടേക്ക് ഓഫ് ചെയ്തു. ഇതാ പോകുന്നു, കണ്ട താഴെ വീണ്. സോ ഗൈസ്, നമ്മളങ്ങനെ ഡൊമിങ്കോസിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പം എത്തും. ഗേറ്റ് തുറക്കണല്ലോ ഗൈസ്. സെൻസറൊക്കെ കിടക്കും. എന്നോട് ശരിയാക്കാൻ പറയണം ഇനി. ഇപ്പം നമുക്ക് നമ്മുടെ വണ്ടി നേരെ ഇവിടെ പാർക്ക് ചെയ്ത് നമുക്കിനി പെട്ടെന്ന് പോയി ഡൊമിങ്കോസിൻ്റെ അടുത്ത് പോയി ചോദിച്ചിട്ട് വരാം. ഇന്നും ഒരേ ആഴമില്ലാത്ത സിമ്പിളും അതേ കൈവരിയില്ലാത്ത സ്റ്റെയറും. അപ്പോൾ ഇന്നേക്കാലത്ത് അവൻ ആ വീട് മാറണമായിരുന്നു. എവിടെ പോയി ലൊക്കേഷൻ ചോദിച്ചാലും. എന്തായാലും നമുക്ക് പെട്ടെന്ന് മേലേക്ക് കയറാം. ഈ വട്ടം വീഴാതെ എന്തായാലും കയറാൻ പറ്റി എന്ന് ഇറങ്ങാൻ പറ്റുമോയെന്നറിയില്ല. നീ ആ ഡയമണ്ട് മസ്താങ്ങിന്റെ ലൊക്കേഷൻ ചോദിച്ചല്ലോ. അത് നമ്മുടെ മറ്റേ പുതിയ സിറ്റിയിലെ എവിടെയും കിട്ടത്തില്ല. പുതിയ സിറ്റിയിലായ കാരണം തന്നെ നിന്നെ പോലീസ് ഒന്നും പിടിക്കില്ല. പിന്നെ നിനക്ക് അങ്ങോട്ട് പോകാനുള്ള വഴിയൊക്കെ അറിയാം. നമുക്ക് അങ്ങനെ ഡൊമിങ്കോസിൻ്റെ എന്ത് ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നേരെ താഴത്തേക്ക് സേഫായിട്ട് ഇറങ്ങാം ഗൈസ്. സേഫ് എന്ന് വെച്ചാൽ നമ്മളിനി വീഴത്തൊന്നുമില്ല. അയ്യോ, വീണ് പോയി ഗൈസ്. ഇത് പറയാനാ, ഇതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യവും യോഗ്യവും ഒക്കെയാണ് ഗൈസ്. അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ സ്ഥലത്തേക്ക് പോകാം ഗൈസ്. നമ്മൾ പുതിയ സിറ്റിയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്നറിയാം. നേരെ കാണാൻ റാമ്പ് കണ്ട അതിൻ്റെ മണ്ടക്കോട്ട് പോയി ഒറ്റച്ചാട്ടം. അപ്പം നമ്മൾ നേരെ ടെലിപ്പോർട്ടായി അങ്ങോട്ടെത്തും. അതാണ് അതൊക്കെ അത്രയേ ഉള്ളൂ ഗൈസ്. അതാണ് ഇവിടുത്തെ ടെക്നോളജി. ഇവിടുത്തെ സയൻറ്റിസ്റ്റൊക്കെ വ്യത്യസ്ത രീതിയിലാണ് പോർട്ടലൊക്കെ കണ്ടുപിടിച്ചേക്കണേ. എന്ത് പറയാനാ ഗൈസ്, വിഷ്യൻ സയൻറ്റിസ്റ്റ് തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് നമ്മുടെ പുതിയ സിറ്റിയിലേക്ക് പോവാം. പുതിയ സിറ്റി എന്നൊക്കെ വെച്ചാൽ നിങ്ങളെ കാണാം ഗൈസ്. നമുക്ക് ഒരു ദിവസം ഇല്ലേ, ഒരു RGB ബസ്സൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ട്രിപ്പ് പോകണം ഗൈസ്, റിയ ഷിൻചാനൊക്കെ കൂട്ടി. പക്ഷേ ആ വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ നമുക്ക് നേരെ ആ റാമ്പിലേക്ക് ഒറ്റ മൈൻഡിൽ കണ്ട കറക്റ്റ് സ്ട്രെയിറ്റ് ആണ് ആ റാമ്പിരിക്കണേ. ഇനി നേരെ ചെന്ന് ചാടണം. അത്രയുള്ള നമ്മളതാ കാറിതാ പോകുന്നു. സോ ഗൈസ്, നമ്മളങ്ങനെ പുതിയ സിറ്റിയിലെത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കണം. കാരണം ഇത് പുതിയ സിറ്റി അല്ലേ ഗൈസ്. പുതിയ സിറ്റി എത്തണമെങ്കിൽ നമ്മളൊരു റേസ് ജയിക്കണം ഗൈസ്. ഈ റേസ് നമ്മൾ ജയിച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് കറക്റ്റ് ആ പുതിയ സിറ്റിയിലെത്തുള്ളൂ. എനിക്കറിയാലോ, ഞാൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് മെത്തേഡൊക്കെയാണ്. ഈ ഇവിടുത്തെ സയൻറ്റിസ്റ്റുകാർ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് മെത്തേഡൊക്കെ വെച്ചേക്കണം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗൈസ്? നമുക്ക് ആ സിറ്റി പോയി കാറൊക്കെ അടിച്ചു മാറ്റിയാൽ മതി. എന്തായാലും നമ്മൾ ഇത്ര കോംപ്ലിക്കേറ്റഡ് മെത്തേഡ് വഴിയൊക്കെ പോകേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഭയങ്കര പണിയാക്കും ഗൈസ്. നേരെ ആ റാമ്പിച്ചെന്ന് ചാടുന്നു. അപ്പോൾ നമ്മൾ റേസ് ചെയ്യിക്കുകയും ചെയ്യും, ടെലിപ്പോർട്ടാകുകയും ചെയ്യും. സോ ഗൈസ്, നമ്മളങ്ങനെ നമ്മളെ പുതിയ സിറ്റി എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ആ സ്റ്റേഡിയത്തിലാണ് ഗൈസ് ആക്ച്വലി കാർ ഇരിക്കാൻ. ഡൊമിങ്കോസിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു നിങ്ങളുടെ അടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു. എന്തിനാ സർപ്രൈസ് ആയിട്ടൊക്കെയാണ് നിങ്ങളടുത്ത് ഞാൻ എന്തെങ്കിലും പറയാൻ എന്നിട്ടുണ്ടോ? അല്ല പിന്നെ എന്ത് പറയാനാണ്. നമ്മൾ നേരെ സ്കൂളിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ കയറി ചെന്ന് ശരിക്കും എന്ന് വെച്ചാൽ ഇതാണ് സ്റ്റേഡിയം. പക്ഷേ സ്റ്റേഡിയം സ്കൂളും ഭയങ്കര പാർട്ട്ണർഷിപ്പായി. കാരണം പിള്ളേർക്ക് പെട്ടെന്ന് കളി കാണാൻ വേണ്ടി സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്ക് സ്കൂളിൻ്റെ ഉള്ളിലേക്ക് സ്റ്റേഡിയം പണിത് വെച്ചേക്കുക. എനിക്കറിയില്ല ശിവന്മാരൊക്കെ എന്താ ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ എയിമെന്ന് വെച്ചാൽ വെറുതെ കാർ അടിച്ച് മാറ്റിയിട്ട് വരാം, അത്രേ ഉള്ളൂ ഗൈസ്.
ഞാൻ വിചാരിക്കും ഈ ഡിഫൻഡർ മാറ്റി വേറെ ഏതെങ്കിലും കാറാക്കിയല്ലോ. നീ ഈ കാറ് വെച്ച് ഓടിക്കുമ്പോൾ ഭയങ്കര പെട്ടെന്ന് ഇടിക്കുകയാണ് അവിടെ ഇവിടെയൊക്കെ ചെയ്തത്. എന്തായാലും മാറ്റാൻ വേണ്ടി നിങ്ങൾ തന്നെ പറയാം. ഇവിടെയും കാറ് കണ്ടില്ലല്ലോ, പിന്നെ എവിടെയാണ് ഈ കാറ്? എന്തായാലും പോവാ. ഈ റേഡിയത്തോന്ന് ഡൊമിങ്കോസ് പറ്റിട്ട് നമ്മളെ കാറ് കിടക്കുന്നത്. സോ ഗൈസ് നമ്മളങ്ങനെ നമ്മൾ ഡയമണ്ട് മസ്താങ് ആ മസ്താങ് കാറ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ എനിക്ക് വേണ്ടി തന്നെ കൈയടിക്കാൻ വേണ്ടി അതിൻ്റെ വണ്ടൊക്കെ വലിയ കണ്ട ഇന്ത്യയിലൊക്കെ വെറുതെ വിഷയം കാറ് തന്നെ, ഒന്നും പറയാലേ. ഇത് നമ്മുടെ കാറ് വിഷയമെന്ന് അറിയാലേ. ഇനി ഇവിടെ നിന്നില്ലേ, നമ്മൾ നേരത്തെ ടെലപ്പോർട്ടായ സ്ഥലത്തേക്ക് നല്ല സ്പീഡിൽ പോയാൽ നമ്മൾ തിരിച്ച് ടെലപ്പോർട്ടാകും ഗൈസ്. ഇവിടുത്തെ തിരിച്ച് നമ്മുടെ സിറ്റിയിലേക്ക് നേരിട്ട് ടെലപ്പോർട്ടാകും. വീണ്ടും റേസൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നേരെ സ്പീഡിലേക്ക് അങ്ങോട്ട് തന്നെ പോകുന്നില്ല. ഒരു സ്പീഡ് ലിമിറ്റ് അതിന് ഇവിടെ നേരെ അങ്ങോട്ട് ടെലപ്പോർട്ടാകും. അത് കാരണമാണ് ഈ വണ്ടികളൊക്കെ ഇത്ര ഒച്ചുപോലെ പോകണം ഗൈസ്. കണ്ടോ, ഞാൻ എന്ത് സ്പീഡിൽ പോയിട്ട് ഇതിൻ്റെ ബോണ്ടൊക്കെ തെറ്റി, അതൊന്നും കുഴപ്പമില്ല. കാരണം നമ്മുടെ സിറ്റിയിൽ എത്തുമ്പോഴേ ഈ കാർ ശരിയാകും. അതാണ് ഈ സിറ്റിയുടെ റൂള്. കണ്ടോ, നമ്മൾ നേരെ ഈ സിറ്റിയിലേക്ക് പുതിയ ഡയമണ്ട് മസ്താങ് ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ റിയൽ ഷിൻചാൻ്റെ അടുത്ത് പോകാം. കണ്ട നമ്മൾ കാറൊക്കെ ചിരിച്ച് പുതിയ സ്റ്റെൻഡൊക്കെ പഠിച്ച്. പിന്നെ ആ സിറ്റിയിൽ ഞാൻ 2 വട്ടം എത്തുള്ളൂ. അത് കാരണം അവിടുത്തെ പോലീസുകാർക്കൊന്നും എന്നെ ഒന്നും അറിയില്ല. എങ്കിൽ ഇപ്പം എന്നെ ഇവിടെയൊക്കെ ഇടിച്ചിട്ട് അവർ കൊന്നേനെ. അപ്പോൾ നമുക്ക് നേരെ ഇത് പെർഫെക്റ്റ് ആയിട്ട് അങ്ങോട്ട് പാർക്ക് ചെയ്യാം. കഴിഞ്ഞിട്ടത്തെ പോലെ അല്ല, ഒറ്റ ടേണിങ് ഞാൻ പറഞ്ഞു. കണ്ട ഒറ്റ ടേണിങ്, ഒന്ന് എന്ന് പറഞ്ഞാൽ ഒറ്റ ടേണിങ്. അപ്പോൾ നമുക്ക് നേരെ പോയി റിയേനെ ഷിൻചാനും വിളിച്ചിട്ട് വരും. സോ ഗൈസ് നാളെ പിഞ്ചാൻ വരും കേട്ടോ, നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ്. നാളെ സ്പെഷ്യൽ വീഡിയോ ഒക്കെ വരും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് വെച്ചേക്ക് കേട്ടോ. സോ റിയാൻ ഷിൻചാൻ പെട്ടെന്ന് താഴത്തേക്ക് പോയോ. ഓക്കെ ഫ്രാങ്ക്ലിൻ. സോ ഗൈസ് നമ്മളങ്ങനെ റിയൽ ഷിൻചാൻ്റെ അടുത്ത് നമ്മൾ വന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ചെന്നിട്ടില്ലേ, അവിടെ ചെന്നിട്ട് വെറുതെ ഫോൺ കുത്തിക്കൊണ്ടിരിക്കുക. അവർ എഴഞ്ഞ് വരുമ്പോഴേക്കും നാളെയാവും ഗൈസ്. ഇത് പറയാനാണോ, ഒച്ച തന്നെ. ഇജാതി ഒച്ചിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എവിടെയും കണ്ടില്ല. സ്റ്റെപ്പിൽ നിന്നൊക്കെ ഇറങ്ങി നാളെയാവും ഇതിലൊക്കെ വരുമ്പോൾ. എന്തായാലും നമുക്ക് ഫോൺ നോക്കിയിരിക്കുക, റീൽസൊക്കെ കണ്ടോണ്ടിരിക്കുക. 5 മിനിറ്റ് റീൽസൊന്നും ഇല്ലേ. സോ ഗൈസ് നമ്മുടെ അടുത്ത് റിയാൻ ഷിൻചാൻ എങ്ങനെയാണ് നമ്മുടെ കാർ കൊള്ളാവോ? എന്റെ ഫ്രാങ്ക്ലിന് ഇതെന്ത് ഗോൾഡ് മുസ്താങ് വിഷയം കോറില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ കാർ കാണാൻ. അല്ലാതെ ഷിൻചാനെ ഞാൻ ആരാന്ന് നിങ്ങൾ വിചാരിച്ചു? ഞാൻ ഭയങ്കര വിഷയമല്ലേ ഗൈസ്, നിങ്ങൾക്ക് തന്നെ അറിയാലോ ഗൈസ്, ഞാൻ ഭയങ്കര വിഷയമാണ്. ഇന്നത്തെ വീഡിയോ ഇത്ര. നിങ്ങൾക്ക് ഈ വീഡിയോ ചാനൽ ലൈക്ക് ചെയ്യുക, പിന്നെ അടുത്ത വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അയ്യോ വരാൻ പറ്റുക.